മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം. ഹണി റോസ് ഉന്നയിച്ച പരാതിയിൽ ജയിലിലായിരുന്ന ബോബി ചെമ്മണ്ണൂരിന് ആശ്വാസകരമായ നടപടി വരുന്നു. ജാമ്യം എന്ന വാർത്തകൾ കേസ് പരിഗണിക്കുകയാണ് കോടതി. പോലീസ് നേരത്തെ ഉന്നയിച്ചത് ജാമ്യം നൽകരുത് എന്ന കടുത്ത വാദങ്ങളാണ്. അതിന് മറുപടിയായി ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ രാമൻപിള്ള കോടതിയിൽ മറുപടി നൽകുന്നത് ഇങ്ങനെയാണ്. കടുത്ത രീതിയിലുള്ള കുന്തി ദേവി എന്ന ദയാർത്ഥം ഇല്ലാത്ത ഒരു പ്രയോഗമാണ് അദ്ദേഹം നടത്തിയത്. യെസ്, എന്തായാലും ജാമ്യം എന്ന തീരുമാനം വരുന്നു. ഉത്തരവ് 3:30 എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും കോടതിയും ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങൾ അടക്കം കോടതി ഇന്ന് കണ്ടു, അത് പരിഗണിച്ചു. സോഷ്യൽ മീഡിയ ബോബി ഇനി ഉപയോഗിക്കില്ലെന്ന് ഉറപ്പു നൽകാമെന്ന ചോദ്യം കോടതി ഉന്നയിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടിയുണ്ട്. ഇതിന് ഇല്ല എന്ന മറുപടിയാണ് അഭിഭാഷകന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ലൈംഗിക ചുവയുള്ള പരാമർശങ്ങൾ ബോബി ചെമ്മണ്ണൂർ ആവർത്തിക്കുന്നു എന്ന വാദം പ്രോസിക്യൂഷൻ ഉയർത്തി. എന്തായാലും ഇത് സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനം. ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ച ആശ്വാസകരമായ വാർത്തയാണ് പുറത്തു വരുന്നത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, ജാമ്യം എന്ന തീരുമാനം വന്നു കഴിഞ്ഞോ? 3:30 ഉത്തരവ്, അതിന്റെ ഒരു സാങ്കേതിക നടപടിക്രമം മാത്രമാണോ? എന്താണ് ഇതിന്റെ കോടതിയിൽ നടന്ന സംഭവങ്ങൾ എന്താണ്? സച്ചിന് വളരെയധികം രൂക്ഷമായ വിമർശനത്തിന് ശേഷമാണ് ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഹൈക്കോടതി പ്രഖ്യാപിച്ചത്, ആ വിധി പ്രഖ്യാപിച്ചത്. എന്തായാലും 6 ദിവസം ജയിലിൽ കിടന്നു. സമൂഹത്തിന് അതിന് കൃത്യമായ സന്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ഇനി സോഷ്യൽ മീഡിയ ബോബി ചെമ്മണ്ണൂർ ഉപയോഗിക്കില്ല എന്നുള്ള ഉറപ്പ് അഭിഭാഷകന് നൽകാൻ കഴിയുമോ എന്ന് കോടതി ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് അഭിഭാഷകൻ മറുപടി പറഞ്ഞത്. മാത്രമല്ല, സജിത്ത് സൂചിപ്പിച്ചതുപോലെ കുന്തി ദേവി എന്ന ഹണി റോസിനെ ഏത് സാഹചര്യത്തിലാണ് വിശേഷിപ്പിച്ചതെന്നുള്ള കാര്യം വ്യക്തമാക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുന്തി ദേവി എന്നുള്ള പ്രയോഗം ദ്വയാർത്ഥ പ്രയോഗമല്ല എന്ന് പ്രതിഭാഗത്തിന് കോടതിയിൽ വാദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് അത്തരത്തിൽ ദ്വയാർത്ഥ പ്രയോഗം എന്നുള്ള നിലയിൽ ഉപയോഗിച്ചതല്ല. 3ഓളം സ്ഥാപനങ്ങൾ ബോബി ചെമ്മണ്ണൂരിന്റെ ഈ ഹണി റോസ് പരാതിക്കാരി ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞതാണ്. അതേസമയം ഈ ഇത്തരം പ്രയോഗങ്ങൾ ബോബി ചെമ്മണ്ണൂരിന്റെ സോഷ്യൽ മീഡിയയിൽ ഉടനീളമുള്ള വീഡിയോകളിൽ നിന്ന് അദ്ദേഹം ദ്വയാർത്ഥ പ്രയോഗത്തോടെയാണ് സ്ത്രീകളെ സമീപിക്കുന്ന, അല്ല സ്ത്രീകളെ വിലയിരുത്തുന്നത് എന്നുള്ള കാര്യം കൂടി കോടതിക്ക് വ്യക്തമായിട്ടുണ്ടെന്നും കോടതി പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ബോബി ചെമ്മണ്ണൂർ സോഷ്യൽ മീഡിയയിൽ നൽകിയിരിക്കുന്ന വീഡിയോകളെല്ലാം കോടതി പരിശോധിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, പ്രോസിക്യൂഷൻ അതെല്ലാം ഡൗൺലോഡ് ചെയ്തിട്ട് കോടതിയിൽ ഹാജരാക്കിയിട്ടുമുണ്ട്. എന്തായാലും 6 ദിവസം ജയിലിൽ കിടന്നില്ലേ, ഈ 6 ദിവസം കൊണ്ട് സമൂഹത്തിന് നൽകാവുന്ന ഏറ്റവും നല്ല മെസ്സേജ് ആണെന്ന് കൂടി കോടതി ഈ ഒരു സാഹചര്യത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതേസമയം പരാതിക്കാരിയെ നിരന്തരം ജാമ്യാപേക്ഷയിലൂടെ അധിക്ഷേപിക്കുന്ന ഒരു നീക്കമാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും പ്രോസിക്യൂഷൻ കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, പരാതിക്കാരിയെ അപമാനിക്കുന്നതിന് പുറമെ ഹണി റോസിന് അസാമാന്യ മികവൊന്നുമില്ലെന്ന് ജാമ്യാപേക്ഷയിലെ പരാമർശത്തിന് വിമർശനമായിട്ടുണ്ടെന്ന് പരാമർശം പിൻവലിക്കുന്നുവെന്നും അതേസമയം അഭിഭാഷകൻ കോടതിയെ അറിയിക്കുന്നുണ്ട്. ലൈംഗിക ചുവയുള്ള പരാമർശങ്ങൾ ആവർത്തിക്കുന്നെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നു. ആർക്കെതിരെയും എന്തും സമൂഹ മാധ്യമങ്ങളിൽ എഴുതാമെന്നുള്ള അവസ്ഥയാണ് വന്നിരിക്കുന്നതെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദൃശ്യങ്ങൾ കോടതി കണ്ടിട്ടുണ്ട്. കോടതി കണ്ട ശേഷമാണ് ഈ ഒരു വിലയിരുത്തലിലേക്ക് വന്നത്. ബോബി ചെമ്മണ്ണൂർ ഇത്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങളുടെ ഹണി റോസിനെതിരായ പരാതിയിൽ മാത്രമല്ല, അല്ലെങ്കിൽ മാത്രമല്ല, നടി ഹണി റോസിനെതിരെ അശ്ലീല പരാമർശം നടത്തിയെന്നുള്ള കേസിലെ പ്രതിയായ ബോബി ചെമ്മണ്ണൂരിനെ ജാമ്യം അനുവദിക്കാമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ജാമ്യ ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചിലാണ് വാക്കാൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. ബോച്ചയെ കസ്റ്റഡിയിൽ വേണ്ട എന്ന് പോലീസ് വ്യക്തമാക്കിയതോടെയാണ് ഈ ഒരു കോടതി ജാമ്യം അനുവദിച്ചത്. പക്ഷേ ഈ ഒരു ടൈമിൽ തന്നെ ബോബിയുടെ ജാമ്യ ഹർജിയെ നമ്മുടെ സംസ്ഥാന സർക്കാർ കോടതിയിൽ എതിർത്തു. എന്തിനാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിൽ വിടണമെന്ന് കോടതിയുടെ ആ ഒരു ചോദ്യത്തിന് പ്രതി നടിയെ തുടർച്ചയായി അപമാനിച്ചു എന്നും നിരന്തരം അശ്ലീല പരാമർശം നടത്തിയെന്നുമാണ് ഈ ഒരു സർക്കാരിന്റെ അഭിഭാഷകൻ മറുപടി പറഞ്ഞത്. ഈ സംഭവം സമൂഹത്തിന് ഒരു സന്ദേശമാകണമെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. പക്ഷേ അതിനുള്ള കോടതിയുടെ മറുപടി എന്ന് വെച്ചാൽ എന്തായിരുന്നെന്ന് അറിയണ്ടേ? പ്രതി റിമാൻഡിലായപ്പോൾ തന്നെ സമൂഹത്തിന് സന്ദേശം ലഭിച്ചു കഴിഞ്ഞു എന്നായിരുന്നു ഇതിന് കോടതി മറുപടി നൽകിയത്. ബോബി പറഞ്ഞത് ദ്വയാർത്ഥമല്ല എന്ന് എങ്ങനെ പറയാനാകുമെന്നാണ് കോടതി ചോദിച്ചത്. അശ്ലീല പരാമർശം നടത്തിയാലുള്ള ഒരു പ്രത്യാഘാതം ജനം മനസ്സിലാക്കണമെന്നാണ് കോടതി പറയുന്നത്. എന്തായാലും ബോച്ചയ്ക്ക് വേണ്ടിയിട്ട് മുതിർന്ന അഭിഭാഷകനായ B രാമൻപിള്ള തന്നെയാണ് ഹാജരായത്. നേരത്തെ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിരുന്നുവെങ്കിലും ബോച്ചയുടെ ഹർജി അടിയന്തരമായിട്ട് പരിഗണിക്കാനാകില്ല എന്നായിരുന്നു അന്ന് കോടതിയുടെ നിലപാട്. തുടർന്നാണ് ജാമ്യ ഹർജി പരിഗണിക്കുന്നത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിവെച്ചത്. കേസിൽ റിമാൻഡിലായ ബോബി ചെമ്മണ്ണൂർ നിലവിലെ കാക്കനാട് ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ്. റിമാൻഡിലായ 6ാം ദിവസമാണ് ഹൈക്കോടതി ബോച്ചയ്ക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് തന്നെ ബോച്ചെ ജയിൽ മോചിതനായേക്കാം എന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ.